ഗൈസ്, എല്ലാവർക്കും വോയിസ് ഫ്ലോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചാന്ദ്രദിന ക്വിസുമായിട്ടാണ്. എന്നാണ് ചാന്ദ്രദിനം? ജൂലൈ 21. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം? ചന്ദ്രൻ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം? ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി? രാകേഷ് ശർമ്മ. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം? 1969 ജൂലൈ 21. ചന്ദ്രനെ കുറിച്ചുള്ള പഠനശാഖ? സെലനോളജി. ആദ്യ ബഹിരാകാശ സഞ്ചാരി? യൂറി ഗഗാറിൻ. ബഹിരാകാശത്തെ കൊളംബസ് എന്നറിയപ്പെടുന്നത്? യൂറി ഗഗാറിൻ. ഇന്ത്യയുടെ ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത്? 2008. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം? തുമ്പ. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത? കൽപ്പന ചൗള. പ്രഭാത നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്? ശുക്രൻ. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം? അമേരിക്ക. ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം? അപ്പോളോ 11. ആദ്യ ചാന്ദ്രയാത്രികർ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര്? പ്രശാന്തിയുടെ സമുദ്രം. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യൻ? നീൽ ആംസ്ട്രോങ്. ആദ്യമായി ബഹിരാകാശത്ത് പോയ ജീവി? ലൈക്ക എന്ന നായ. ചുവന്ന ഗ്രഹം? ചൊവ്വ. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യ റോക്കറ്റ്? ലൈക്ക്. അകാലത്തിൽ അകാല നക്ഷത്രം എന്ന അമേരിക്കൻ പത്രങ്ങളിൽ വന്ന വനിത? കൽപ്പന ചൗള. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ചുറ്റിയത്? 108 മിനിറ്റ്. ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത? സുനിത വില്യംസ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി? അലൻ. ഇറങ്ങിയ ചൈനയുടെ ആദ്യ ബഹിരാകാശ പേടകം? ചാങ് 3 എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ശ്രീഹരിക്കോട്ട. ISROയുടെ ആദ്യ ചെയർമാൻ? വിക്രം സാരാഭായ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം? സൂര്യൻ. സൗരയൂഥത്തിലെ ആകെ ഗ്രഹങ്ങളുടെ എണ്ണം? 8. ഏറ്റവും വലിയ ഗ്രഹം? വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹം? ശനി. സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം? ഹൈഡ്രജൻ. ഒരു വ്യാഴവട്ടക്കാലം എന്നത് എത്ര വർഷമാണ്? 12 വർഷം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം? വ്യാഴം. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം? ശുക്രൻ. ഭൂമിയെ ഒരു വട്ടം സ്വയം കറങ്ങാൻ എത്ര സമയമെടുക്കുന്നു? 24 മണിക്കൂർ. ഭൂമി ഒരു വട്ടം സൂര്യനെ ചുറ്റാൻ എത്ര സമയമെടുക്കുന്നു? 365 ദിവസം. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം? ഭൂമി. ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹം? ശനി. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം? കറുപ്പ്. ഗ്രഹ പദവിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം? പ്ലൂട്ടോ. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം? ചന്ദ്രയാൻ 1. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ പേര്? ഇന്ത്യൻ ബഹിരാകാശത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പ് നിലവിൽ വന്ന വർഷം? 1972. ISRO നിലവിൽ വന്ന വർഷം? 1969. ISROയുടെ ആസ്ഥാനം? ബാംഗ്ലൂർ. ISROയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത്? ആന്ധ്രാപ്രദേശ്.